ശങ്കരൻ നമ്പൂതിരി മാഷ് എൻ്റെ ജീവിതത്തിൽ എല്ലാ അർത്ഥത്തിലും സ്വന്തം ജ്യേഷ്ഠനെ പോലെ ഉണ്ടായിരുന്ന ഒരാളാണ്. അനേക വർഷങ്ങളുടെ ദീർഘഹൃദയബന്ധം ശങ്കരൻ നമ്പൂതിരി മാഷുമായിട്ട് എനിക്കുണ്ടായിരുന്നു. അദ്ദേഹം കുന്നത്തുമനയിലെയാണ്, ചാലിശ്ശേരി കുന്നത്തുമനയിലെയാണ് വട്ടംകുളത്ത് CPN UP സ്കൂളിൽ അധ്യാപകനായിരുന്നു. ഞാൻ 84 മുതൽ വട്ടംകുളത്ത് ഗ്രാമീൺ ബാങ്കിലുണ്ട്. അന്ന് മുതലുള്ള നിരന്തര പരിചയമാണ്. അക്കാലത്താണ് ശങ്കരേട്ടൻ ഒരു പുസ്തകം എഴുതി തുടങ്ങിയത്. അത് നമ്പൂതിരി സമുദായത്തിലെ ഒരു അന്തരാള കാലഘട്ടത്തിൻ്റെ ചരിത്രാത്മകമായ കഥയായിരുന്നു. വീട്ടിയുടെ വിപ്ലവത്തിന് ശേഷം ഇല്ലത്തുനിന്ന് പുറപ്പെടുകയും ചെയ്തു. അമ്മാത്തെത്തിയതുമില്ല എന്ന മട്ടിൽ അനവധി നമ്പൂതിരി യുവാക്കളും അന്തർജനങ്ങളും ഏതാണ്ട് അനാഥാവസ്ഥയിൽപ്പെട്ട കാലത്ത് ആ നമ്പൂതിരി സമൂഹം അതിജീവനത്തിന് വേണ്ടി നടത്തിയ വലിയ സമരങ്ങളുടെ ഇതിഹാസ സമാനമായ ഒരു നോവലായിരുന്നു ശങ്കരൻ നമ്പൂതിരിയുടെ മുഖാമുഖം. അന്ന് പഠിക്കാനായി പല യുവാക്കളും, ഉൽപ്പതിഷ്ണുക്കളായ യുവാക്കളും ബ്രഹ്മസ്വം മഠങ്ങളിൽ വേദപഠനത്തിനായി ചേർന്ന് വേദം പഠിക്കുകയാണെന്ന വ്യാജേന പുറത്തെ കോളേജുകളിൽ പഠിച്ചു. അന്ന് ബ്രഹ്മസ്വം മഠം അവർക്ക് ഒരു ഇടത്താവളമായി. ഒരു കാലഘട്ടത്തിൻ്റെ മുഴുവൻ യാഥാസ്ഥിതികത പേറിയ ബ്രഹ്മസ്വം മഠത്തെ പുരോഗമനാത്മകമായ ഒരു കുതിപ്പിന് ഇടത്താവളമാക്കിയ ചരിത്രത്തിലെ സുപ്രധാനമായ ഒരു കാലഘട്ടത്തെ അതിൻ്റെ ഇരുളുകളോടും വെളിച്ചങ്ങളോടും കൂടി കാണുകയാണ് മുഖാമുഖം എന്ന നോവൽ. എനിക്ക് തോന്നുന്നു മലയാളത്തിൽ സമാനതകളും പിന്തുടർച്ചകളും ഇല്ലാത്തൊരു നോവലായിരുന്നു മുഖാമുഖം. അർഹമായ അംഗീകാരം മുഖാമുഖത്തിന് കിട്ടിയില്ല. കേസരി പുരസ്കാരം കിട്ടിയത് എനിക്ക് ഓർമ്മയുണ്ട്. ആ പുസ്തകത്തിൻ്റെ എഴുത്തുമായി ബന്ധപ്പെട്ട് 25-30 ബൗണ്ട് ബുക്കുകളിലായിട്ട് അദ്ദേഹം എഴുതിയ മുഴുവൻ കയ്യെഴുത്തു പ്രതികളും വായിച്ച് ചില നിർദ്ദേശങ്ങളൊക്കെ കൊടുത്ത് ഒരു അവതാരികയും എഴുതി അത് പ്രകാശിപ്പിച്ച സന്ദർഭത്തിൽ പങ്കെടുത്ത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏതാണ്ട് 4 നൂറ്റാണ്ട് നീണ്ട ഒരു വലിയ സർഗസഭയോടൊപ്പം സഞ്ചരിക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. അതിനുശേഷവും അദ്ദേഹം കുറേ പുസ്തകങ്ങൾ എഴുതി, ലേഖനങ്ങൾ എഴുതി. ശങ്കരൻ നമ്പൂതിരി മാഷ് വിവേകാനന്ദനെ മാനസ ഗുരുവായി സ്വീകരിച്ച ഒരാളായിരുന്നു. വിവേകാനന്ദൻ്റെ മുഴുവൻ സാമൂഹ്യ സന്ദേശങ്ങളും വ്യക്തിപരമായ സന്ദേശങ്ങളും സ്വീകരിച്ച് ജീവിതത്തിൽ പകർത്തിയ ഒരാളാണ്. ഇത്രമേൽ നിഷ്കളങ്കനായ ഒരു മനുഷ്യനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. സ്നേഹിക്കാൻ മാത്രം കഴിഞ്ഞിരുന്ന അകളങ്ക വിശുദ്ധമായൊരു മനസ്സാണ് ശങ്കരൻ നമ്പൂതിരി മാഷ് കൊണ്ടു നടന്നിരുന്നത്. നല്ല അധ്യാപകനായിരുന്നു. കുട്ടികളെ ഇത്രയേറെ സ്നേഹിച്ചൊരു അധ്യാപകനെ എനിക്ക് പരിചയമില്ല. ഇപ്പോഴും മാഷ് പഠിപ്പിച്ച വൃദ്ധന്മാരായ കുട്ടികളോട് ചോദിച്ചാൽ അവർ ജീവിതത്തിൽ ഏറ്റവും സ്നേഹിച്ചത് ശങ്കരൻ നമ്പൂതിരി മാഷയായിരിക്കും. അദ്ദേഹത്തിൻ്റെ പല ശിഷ്യന്മാരെ എനിക്കറിയാം. അത്രമേൽ കുട്ടികളെ സ്നേഹിച്ച ഒരാൾ, വിവേകാനന്ദ ജീവിത സന്ദേശങ്ങളെ തൻ്റെ ജീവിതത്തിൽ പകർത്താൻ ശ്രമിച്ച ഒരാൾ, പരിപൂർണ സേവനത്തിനു വേണ്ടി ജീവിതം മാറ്റിവെച്ച ഒരാൾ. അധ്യാപകനായിരുന്ന കാലത്തും അത് കഴിഞ്ഞ് അദ്ദേഹം വളരെ കാലം കൂറ്റനാടുള്ള പ്രതീക്ഷ എന്ന് പറയുന്ന ഒരു ജീവകാരുണ്യ പ്രസ്ഥാനം, അതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിൻ്റെ കൂടെ അനേക വർഷങ്ങൾ അദ്ദേഹം ജോലി ചെയ്തു. പരിപൂർണ സമർപ്പണമായിരുന്നു ജീവിതം. ഇങ്ങനെ അപൂർവം ആളുകളെ നമുക്ക് പരിചയമുള്ളവരായിട്ടുള്ളൂ. ഒന്നും ആഗ്രഹിക്കാതെ നിരുപാധികമായി ജീവിതത്തെ കണ്ടൊരാൾ. അധ്യാപകനായപ്പോൾ ശമ്പളം വാങ്ങിയിട്ടുണ്ടാവുമെന്ന് ഒഴിച്ചാൽ ആ ശമ്പളം പോലും അദ്ദേഹം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മാറ്റിവെച്ചു. അഗ്നയെ ഇതം നമമ, ഇതെൻ്റേതല്ല എന്നത് ഓരോ കർമ്മത്തിലും കൊണ്ടു നടന്നൊരു പാരമ്പര്യമാണ് വംശീയമായി ശങ്കരൻ നമ്പൂതിരി മാസ്റ്റർക്കുണ്ടായിരുന്നത്. ആ പാരമ്പര്യം ജീവിതത്തിൽ പകർത്തി കാണിച്ച ഒരാളാണ്. സത്യത്തിൽ അദ്ദേഹം ഇല്ല എന്ന് ഞാനിപ്പോഴും കരുതാറില്ല. ചില ഞായറാഴ്ചകളിൽ ലീലാകൃഷ്ണ എന്ന് ഉറക്കെ വിളിച്ച് ഉറക്കെ ചിരിച്ച് എൻ്റെ ഈ ഉമ്മറത്ത് എത്രയോ ദിവസങ്ങളിൽ അദ്ദേഹം വന്നു. എത്രയോ ചർച്ചകളിൽ ഞങ്ങൾ ഏർപ്പെട്ടു. ലോകത്തിൻ്റെ നടത്തിപ്പ് ശരിയല്ലാത്തതിൽ വളരെ ദുഃഖിതനായിരുന്നു ശങ്കരൻ നമ്പൂതിരിപ്പാട്. തന്നാലാവുന്ന വിധം ഈ ലോകത്തെ സ്നേഹപൂർണ്ണമാക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അദ്ദേഹത്തിൻ്റെ എഴുത്ത് അതിനു വേണ്ടിയുള്ളതായിരുന്നു, യശപ്രാർത്ഥിയായിരുന്നില്ല. എഴുത്തുകൊണ്ട് പ്രശസ്തി നേടാനല്ല ശങ്കരൻ നമ്പൂതിരി മാഷ് എഴുതിയത്. സമൂഹ സേവനത്തിന് വേണ്ടിയുള്ളൊരു മാധ്യമമായിട്ട് അദ്ദേഹം എഴുത്തിനെ കൊണ്ടു നടന്നു. എല്ലാ അർത്ഥത്തിലും നിഷ്കാമ കർമ്മിയായി ജീവിച്ചു മറഞ്ഞ ഒരു മഹാനായ മനുഷ്യസ്നേഹിയുടെ, എന്നെ സംബന്ധിച്ച് ഒരു ജ്യേഷ്ഠ സഹോദരൻ്റെ അനുജനാണ് കുന്നം വിഷ്ണുവേട്ടൻ. പ്രായം കൊണ്ട് എൻ്റെ ജ്യേഷ്ഠനാണെങ്കിലും ആ സഹോദര ബന്ധം ഞാനിപ്പോഴും എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. അവിടെ വന്ന് സംസാരിക്കേണ്ടതാണെങ്കിൽ പോലും എൻ്റെ ജീവിത സാഹചര്യത്തിൽ അവിടെ വരാൻ കഴിയാതെ പോയ ഒരു ഘട്ടത്തിൽ ഇത്തരം ഒരു സ്മരണ ഞാൻ എപ്പോഴും ഓർക്കുന്ന, ഞാൻ ഇതിനു വേണ്ടി ഓർക്കുകയല്ല, ഇതിനു വേണ്ടി തയ്യാറെടുത്തിട്ടില്ല. എൻ്റെ മനസ്സിൽ ശങ്കരൻ നമ്പൂതിരി മാഷുണ്ട്. സ്നേഹത്തിൻ്റെ ഒരു വലിയ രൂപമായി, ഉടലാർന്ന സ്നേഹസ്വരൂപമായി
ശങ്കരൻ നമ്പൂതിരി എന്ന വലിയ മനുഷ്യൻ എൻ്റെ മനസ്സിൻ്റെ അഗ്രപീഠത്തിലിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മരണമില്ലാത്ത സ്മരണകൾക്ക് മുമ്പിൽ ഒരുപിടി സ്നേഹപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് കുന്നം വിഷ്ണുവേട്ടൻ്റെ ഈ യൂറോപ്യൻ സ്വപ്നത്തിന് എൻ്റെ ഹൃദയപൂർണ്ണമായ ആശംസകൾ അറിയിക്കുന്നു. ഇനിയും അദ്ദേഹം എഴുതുന്നുണ്ട് എന്നാണ് എൻ്റെ അറിവ്. എഴുതണം. അവസാന ശ്വാസം വരെയും സർഗാത്മകത നമുക്ക് അതിജീവന പ്രത്യാശ തരും. പ്രത്യാശയാണ് ജീവിതം, പ്രത്യാശയാണ് എഴുത്ത്. അതുകൊണ്ട് തന്നെ ഓർമ്മകൾ പോലും നമുക്ക് നാളേക്ക് മുന്നോട്ട് കുതിക്കാനുള്ള പ്രത്യാശയാണ്. വൈലോപ്പിള്ളി മാഷ് ഒരിക്കൽ എഴുതിയിട്ടുണ്ട്, മരിച്ചവർ വന്ന് നയിപ്പൂ ലോകത്തെ. ചരിത്രം ആ കഥയാണ് പറയുന്നത്. മരണം എന്നൊരവസ്ഥയില്ല, അവരെ നമ്മൾ കാണുന്നില്ല. എത്ര കാലം നമ്മുടെ ഓർമ്മയിൽ അവരുണ്ടോ അത്ര കാലം അവർ മരിക്കുന്നില്ല. തമസോമ ജ്യോതിർഗമയ അസത്തോമ സദ്ഗമയ മൃത്യോർമ അമൃതം ഗമയ. അമൃതമായി തീർന്ന ഒരു മനുഷ്യനെയാണ്, ഒരു സത്തയെയാണ് ശങ്കരൻ നമ്പൂതിരി മാഷയെ ഓർക്കുമ്പോൾ ഞാൻ ഓർക്കുന്നത്. ഒരിക്കൽ കൂടി അദ്ദേഹത്തിന് ആ സ്മരണയ്ക്ക് മുമ്പിൽ നമസ്കരിച്ചുകൊണ്ട് കുന്നം വിഷ്ണുവേട്ടൻ്റെ ഈ പുസ്തക പ്രകാശനത്തിന് ഏറ്റവും നന്മ നിറഞ്ഞ പ്രാർത്ഥനകളോടുകൂടി ഹൃദയാശംസകൾ അറിയിക്കുന്നു.